നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത് സയന്റിഫിക് ആണ്, ബേസ്ഡ് ഓൺ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സയന്റിഫിക് മെത്തേഡിലാണ് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി പോകുന്നത്. അതുപോലെ ഇതൊരു പോസിറ്റീവ് സയൻസ് ആണ്. ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സയൻസിനെ മുന്നോട്ട് ഡീൽ ചെയ്യുന്നത്. ഇതൊരു അപ്ലൈഡ് സയൻസ് ആണ്. തിയറീസ് വെച്ചിട്ടാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. ചേഞ്ചസ് വിത്ത് ന്യൂ ഫൈൻഡിങ്സ് ഒക്കെ വെച്ച് ഡൈനാമിക് ആണ്, ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഡിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്ലാസ്സിൽ ഒരു 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ 20 സ്റ്റുഡൻസിന്റെയും അക്കാഡമിക്കലി അവർ ഒരേ ലെവലിലായിരിക്കില്ല. അപ്പോൾ അത് ഓരോ കുട്ടീനെയും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് മനസ്സിലാക്കി അവർക്ക് ഏത് രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്താലാണ് അക്കാഡമിക്കലി അവരെ നമുക്ക് ഹൈ ഗ്രേഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ഒരു ടീച്ചർ അത് കണ്ടെത്തണം. അതിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നത്. കാരണം ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. ഈച്ച് സ്റ്റുഡന്റ് ഈസ് യുണീക്ക്. സോ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കണ്ടെത്താൻ ഒരു ടീച്ചറിനെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം 20 സ്റ്റുഡൻസിനെ നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരേ സമയത്ത് ഒരേ രീതിയിലാണ് പഠിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ യുണീക്നെസ് ഉണ്ടെങ്കിൽ പോലും ഒരു ടീച്ചറെ സംബന്ധിച്ച് ഈ യുണീക്നെസ് മനസ്സിലാക്കി അവരെ ഏകോപിപ്പിച്ച് ഒരുമിച്ച് ഒരു ക്ലാസ് റൂമിന്റെ ഫ്രെയിമിൽ ഇരുത്തി നമ്മൾ അവരെ പഠിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ സൈക്കോളജി പഠിക്കുന്നതിലൂടെ ഒരു ടീച്ചർക്ക് സ്വന്തമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവരുടെ ലേണേഴ്സിലും മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇവിടെ എന്തൊക്കെയാണ് അതിന്റെ വൈഡ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്? ലേണർ ഉണ്ടായിരിക്കും, ലേണിംഗ് പ്രോസസ് ഉണ്ടായിരിക്കും, ടീച്ചിങ് പ്രോസസ് ഉണ്ടായിരിക്കും, അതുപോലെ ഇവാലുവേഷൻ ഉണ്ട്, ഗൈഡൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു ടീച്ചറെ സംബന്ധിച്ച് അക്കാഡമിക്കലി എങ്ങനെ ഗ്രോ ചെയ്യാമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തായിരിക്കും ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റിന്റെ റോൾ? They conduct research on learning and teaching. ലേണിങ്ങിനെയും ടീച്ചിങ്ങിനും അവർ റിസർച്ചസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പുതിയ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് അവർ ഡിസൈൻ ചെയ്യുന്നു. ഡെവലപ്പ് പ്രോഗ്രാംസ് ആൻഡ് അസസ്മെന്റ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാംസും അസസ്മെന്റിലൂടെയാണ് അവർ ഫാക്ട് കണ്ടെത്തുന്നത്. സപ്പോർട്ട് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റിന് സാധിക്കുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇംപ്രൂവ്സ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ നമുക്ക് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ടീച്ചേഴ്സിനും ഒരു എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികൾക്ക് സക്സസ് ഉണ്ടാക്കാനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കേണ്ടത് ഓരോ ടീച്ചേഴ്സിനും അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എവറി എഡ്യൂക്കേറ്റർ. കാരണം നമുക്ക് നമ്മളെ പറ്റി നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കില്ലും അതുപോലെ തന്നെ നമ്മുടെ ടാലന്റും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പോകണമെന്ന് ഒരു ടീച്ചർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നതിലൂടെ. നമ്മുടെ അടുത്ത് വരുന്ന ലേണേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ കാലത്തിനനുസരിച്ചിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് ടീച്ചേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഒരു ഇഫക്റ്റീവായിട്ട് ടീച്ചിങ് സ്ട്രാറ്റജി കൈകാര്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരു ടീച്ചർക്ക് തന്റെ ലേണേഴ്സിൽ അക്കാഡമിക്കലി സക്സസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അക്കാഡമിക്കലി കുട്ടികളെ നമ്മൾ ഒരു ഹൈ ഗ്രേഡിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ഒരു പോസിറ്റീവ് മെന്റാലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ പുതിയ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളുടെ എന്തൊക്കെയാണ് നമുക്ക് പുതിയ അഡാപ്റ്റേഷൻസ് വരുന്നത് അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ടീച്ചർ സ്റ്റുഡന്റ് റാപ്പോ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനും ഒരു ടീച്ചർക്ക് സാധിക്കണം. ഇതൊക്കെ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്നതിലൂടെ ഒരു ടീച്ചർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നോളജ് അതല്ലെങ്കിൽ കാര്യങ്ങളാണ്.